ഈ പുഴയും കടന്ന സീരിയലിൽ ഇനി വരാൻ പോകുന്ന എപ്പിസോഡാണ് പറയുന്നേ. അങ്ങനെ നെവിൻ കാവേരിയോട് ചോദിക്കാണ്, ശരിക്കും കാവേരിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ടോ? അപ്പോൾ കാവേരി പറയാണ്, ശരിക്കും എനിക്ക് ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്നിട്ട് നെവിനോട് ചോദിക്കാണ്, എന്താ എനിക്കെന്താ ബോയ് ഫ്രണ്ട് ഉണ്ടാകാൻ പാടില്ലേ? അപ്പൊ നെവിൻ പറയാണ്, കാവേരി സൂപ്പർ അല്ലേ, എന്നാലും ബോയ് ഫ്രണ്ട് എന്ന് സങ്കടത്തിൽ പറയാണ്. എന്നിട്ട് ചോദിക്കാണ് നെവിൻ, തമാശക്ക് പറയുന്നതല്ലേ? അപ്പൊ കാവേരി പറയാണ്, തമാശക്കൊന്നും പറയുന്നതല്ല നെവിൻ, എനിക്ക് ശരിക്കും ബോയ് ഫ്രണ്ട് ഉണ്ട്. എന്നിട്ട് പറയാണ്, കോളേജ് പഠിക്കുമ്പോ എനിക്ക് അവനെ ഇഷ്ടമായിരുന്നു. അപ്പൊ നെവിൻ ബോയ് ഫ്രണ്ടിന്റെ പേരെന്താന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ കാവേരി ബോയ് ഫ്രണ്ടിന്റെ പേരൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ്. അപ്പൊ നെവിൻ ചോദിക്കുകയാണ്, കൂടെ പഠിച്ചതാണോന്ന്. അപ്പൊ കാവേരി പറയാണ്, അല്ല, എന്റെ സീനിയർ ആണ് അവൻ. 6 വർഷമായി ഞാൻ അവനെ പ്രണയിക്കുന്നു. എന്റെ ലൈഫിൽ ഞാൻ ഒരുപാട് സമ്പാദിച്ചിട്ടേ അവനെ കല്യാണം കഴിക്കൂ. ഇതെല്ലാം കേട്ട് നെവിൻ തകർന്ന അവസ്ഥയിൽ നിൽക്കുകയാണ്. സങ്കടം സഹിക്കാൻ പറ്റാതെ കാവേരിയോട് യാത്ര പറഞ്ഞു പോവാണ് നെവിൻ. നെവിൻ കരഞ്ഞോണ്ട് അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നേ. വിനീത് എന്ത് സംസാരിക്കുമെന്ന് അറിയാതെ മാറി നിൽക്കുകയാണ്. എന്നിട്ട് ഗംഗയുടെ അടുത്ത് വന്നിരിക്കുന്നൊക്കെയുണ്ട്. വിനീതിന്റെ ചമ്മലും ടെൻഷനും ഒന്നും ഇപ്പോഴും മാറിയിട്ടില്ല. ടെൻഷൻ കൊണ്ട് വിനീതിന്റെ കൈയൊക്കെ കിടന്ന് വിറയ്ക്കുകയാണ്. എന്നിട്ട് ഗംഗയോട് എന്തെങ്കിലും സംസാരിക്കണം എന്ന് പറഞ്ഞ് വിനീത് ഗംഗയെ വിളിക്കുമ്പോ ടെൻഷൻ കൊണ്ട് ചുമക്കാണ്. അപ്പോ വിനീതിന് ഗംഗ കയ്യിലുള്ള പാല് കുടിക്കാൻ കൊടുക്കുകയാണ്. വിനീത് ടെൻഷൻ കൊണ്ട് കൈ വിറച്ചോണ്ടാണ് ഗ്ലാസ്സിലെ പാല് ഒഴിക്കുന്നേ. അപ്പോ അത് ഫുള്ള് താഴെ വീഴാണ്. എന്നിട്ട് വിനീത് അതൊക്കെ തുടച്ച് വൃത്തിയാക്കുകയാണ്. എന്നിട്ട് ഗംഗ പാല് കുടിക്കാൻ പറഞ്ഞില്ലായിരുന്നോ എന്ന് പറഞ്ഞ് വീണ്ടും വിനീതിന് ആ പാൽപാത്രം കൊടുക്കുമ്പോ വിനീതിന്റെ കൈ കിടന്ന് വിറയ്ക്കുന്ന കാണുന്ന ഗംഗ വിനീതിന് ആ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. അപ്പൊ വിനീത് ആ ഗ്ലാസ് പിടിക്കുമ്പോ താഴെ വീഴാണ്. അപ്പൊ രണ്ടുപേരും കൂടി ആ ഗ്ലാസ് എടുക്കാൻ താഴത്തേക്ക് കുമ്പിടുമ്പോ രണ്ടുപേരുടെ തല തമ്മിൽ പരസ്പരം ഇടിക്കുകയാണ്. അപ്പൊ വിനീത് മനസ്സിൽ പറയുന്നുണ്ട്, ഒരു തവണ തല പിടിച്ച കൊമ്പ് മുളയ്ക്കൂന്ന് കേട്ടിട്ടുണ്ടല്ലോ, ഇനിയിപ്പോ എന്താ ചെയ്യാ എന്ന് പറഞ്ഞ് ഗംഗ കാണാതെ വിനീത് തല മുട്ടാൻ വരുമ്പോ ഗംഗ അത് കാണുന്നുണ്ട്. വിനീത് വന്ന് ഗംഗയുടെ തല തമ്മിൽ മുട്ടുന്നുമുണ്ട്. എന്നിട്ട് പറയാണ്, അത് 2 തവണ മുട്ടണം, അല്ലെങ്കിൽ 2 കൊമ്പ് മുളയ്ക്കും എന്ന് അമ്മ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയാണ്. എന്നിട്ട് പിന്നെ വിനീത് ഗംഗയോട് കിടന്നോന്ന് പറയാണ്. വിനീത് വന്ന് ഗംഗയ്ക്ക് പുതപ്പൊക്കെ സ്നേഹത്തോടെ പൊതച്ചു കൊടുക്കുന്നുണ്ട്. പിറ്റേന്ന് രാവിലെ ഗംഗ കുളിച്ചു മാറ്റി പ്രാർത്ഥിക്കാൻ വരുമ്പോ ശാരദ ചോദിക്കാണ്, സാരി ഉടുത്തിട്ട് വാ, കല്യാണം കഴിഞ്ഞതല്ലേ, അപ്പോ സാരി ഉടുത്തിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്ന് പറഞ്ഞ് ഗംഗയോട് സാരി മാറ്റാൻ പറയാണ്. നെവിൻ രാജേശ്വരിയുടെ അടുത്ത് വന്ന് ഇരിക്കുമ്പോ രാജേശ്വരി, ഇന്നലെ രാത്രി നീ എപ്പോഴാണ് വന്നേ എന്ന് ചോദിക്കാണ്. അപ്പൊ നെവിൻ പറയാണ്, ഞാൻ നേരത്തെ എത്തിയണമ്മേ, അമ്മ ഉറങ്ങിയിട്ടുണ്ടാവും. അപ്പൊ രാജേശ്വരി ചോദിക്കാണ്, ഒളിച്ചോടി കല്യാണം നടത്താൻ പോയതല്ലേ നീ? അപ്പൊ നെവിൻ പറയാണ്, ഒളിച്ചോടിയിട്ടൊന്നുമല്ല, പെണ്ണ് വീട്ടുകാരെല്ലാം ഉണ്ടായിരുന്നല്ലോ കല്യാണത്തിന്. അപ്പൊ രാജേശ്വരി ചോദിക്കാണ്, അങ്ങനെയാണൽ എന്താ ആരെയും കല്യാണത്തിന് വിളിക്കാഞ്ഞേ? എന്നിട്ട് രാജേശ്വരി ചോദിക്കാണ്, വിനീതിന്റെ വീട്ടുകാരും തന്നെ ആ കല്യാണത്തിന് താല്പര്യമില്ലായിരുന്നല്ലോ, പിന്നെ നീ എന്തിനാ അവിടേക്ക് പോയത്? അപ്പൊ നെവിൻ പറയാണ്, എന്റെ ഫ്രണ്ടിന്റെ കല്യാണമാണ്, അപ്പൊ ഞാൻ എങ്ങനെ പോകാതിരിക്ക? അപ്പൊ രാജേശ്വരി ചോദിക്കാണ്, ഞാൻ എന്നോട് ആ വീട്ടിലേക്ക് പോകരുത് എന്ന് പറഞ്ഞതല്ലേ? അപ്പൊ നെവിൻ പറയാണ്, കല്യാണം നടക്കുന്നവരെ വിനീതിന് എന്റെ ഹെൽപ്പ് വേണമായിരുന്നു, അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോയതാണ്, ഇനി ഞാൻ അങ്ങോട്ട് പോണില്ല. അപ്പൊ രാജേശ്വരി നെവിനോട് പറയാണ്, അവരൊക്കെ മോശം ആൾക്കാരാണ്. അപ്പൊ നെവിൻ പറയാണ്, അങ്ങനെ ഒന്നും അല്ല അമ്മേ, അവര് പാവങ്ങളാണ്. അപ്പൊ രാജേശ്വരി പറയാണ്, അവരെ ഇത്രയും സഹായിച്ച ജയപാലനെ പോലും കല്യാണത്തിന് വിളിച്ചിട്ടില്ല, അത് നിനക്ക് അറിയാമായിരുന്നോ? അപ്പൊ നെവിൻ പറയാണ്, വിളിച്ചില്ലേലും ജയപാലൻ അങ്കിള് കല്യാണ ടൈമിൽ അവിടെ ഉണ്ടായിരുന്നു. അപ്പൊ രാജേശ്വരി പറയാണ്, ജയപാലിന് തന്നെ ആ കുടുംബത്തെ പറ്റി നല്ല അഭിപ്രായമില്ല, പിന്നെ നീ എന്തിനാ അങ്ങോട്ട് പോകുന്നേ? അപ്പൊ നെവിൻ പറയാണ്, അയാള് ചെയ്യുന്നതൊക്കെ ശരിയാണോ? അമ്മയോട് എല്ലാ കുറ്റങ്ങളും വന്ന് പറയുകയാണല്ലേ ജയപാലൻ അങ്കിള്? എന്നിട്ട് പറയാണ്, എവിടെ തെറ്റ് നടന്നാലും ന്യായത്തിന്റെ ഭാഗത്തെ നിൽക്കൂ, അത് ചോദ്യം ചെയ്യും. എന്നിട്ട് രാജേശ്വരി ഇനി ആ വീട്ടിൽ പോകൂല എന്ന് സത്യം ചെയ്യാൻ പറയാണ് നെവിനോട്. അപ്പൊ നെവിൻ ആസിഫിന്റെ തലയിലാണ് സത്യം ചെയ്യുന്നത്. ഇനി ഞാൻ അമ്മയ്ക്ക് ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ ചെയ്യൂല എന്ന് ആസിഫിന്റെ തലയിൽ സത്യം ഇട്ടിട്ടാണ് പോകുന്നത്. ആസിഫ് നെവിൻ അവന്റെ തലയിൽ സത്യം ചെയ്ത് ടെൻഷനിൽ നിൽക്കുകയാണ്. ഇനി എന്താകും എന്നൊക്കെ ആലോചിച്ച് ആസിഫ് പേടിക്കുകയാണ്. ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണ് ഈ ചാനൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.